ഹലോ ഗൈസ്, ഇപ്പോൾ എൻ്റെ ഈ കയ്യിൽ ഞാനൊരു മെഹന്തി ഇടാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഉണ്ട്, അതാണ് എൻ്റെ മോന്തൊക്കെ ഇങ്ങനെ ഇളകി ഇളകി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മെഹന്തി ഇടാനുള്ളൊരു പണിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മെഹന്തി ഇതൊരു ഹെർബൽ മെഹന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് അവർ പറഞ്ഞു, കടയിലുള്ള ആൾക്കാർ പറഞ്ഞു ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഈ കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കറണ്ടൊക്കെ ഇപ്പിടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ അത് ചീത്തയാവണ്ടെന്ന് വെച്ച് ഞാൻ വെറുതെ ഒരെണ്ണം എടുത്ത് ഫ്രീസറിൽ വെച്ചു. അത് കഴിഞ്ഞ് ഇടാൻ നേരത്ത് നോക്കിയപ്പോഴാണ് മൊത്തം കട്ടയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടത് വരുന്നില്ല. പിന്നെ മാത്രമല്ല, എനിക്ക് വീഡിയോ എടുക്കലും മെഹന്തി ഇടലും കൂടെ ആകുമ്പോൾ അത്ര സുഖമായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം എനിക്ക് മറ്റുള്ളവർക്ക് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ മെഹന്തി ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോൾ ഇട്ടാലും ഒന്നെങ്കിൽ കുളവും അല്ലെങ്കിൽ എന്തോ ഒരു സുഖമില്ലാത്ത അവസ്ഥയാണ് എൻ്റെ കയ്യിലിട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ മെഹന്തി ഇത് ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കട്ടയിൽ ഇങ്ങനെ ഒരു സ്പേസ് വിട്ട് തന്നെ കണ്ടില്ലേ, അത് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നതുകൊണ്ടാണ്, ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ കയ്യിലിട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം 4 വര വരച്ച് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ആ 4 വരയിലും നടുക്കത്തെ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുത്തിടാം, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ആനയുടെ ഡിസൈനാണ് വരയ്ക്കുന്നത്. ആന ഡിസൈനുള്ള മെഹന്തി. ഈ ആനയുടെ ഡിസൈനുള്ള മെഹന്തി കുറേ ആയി ഞാൻ കാണുന്നുണ്ട്. കുറേ ഇപ്പോൾ പിൻട്രസ്റ്റിലാണെങ്കിലും ആ ആപ്പിലൊക്കെ മെഹന്തിയുടെ ഡിസൈൻസ് നോക്കുമ്പോൾ ആനയുടെ ഡിസൈൻസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞിടയ്ക്കും ഒരു കുട്ടിക്ക് ആന ഡിസൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയത്. അപ്പോൾ ഞാൻ അതേപോലെയൊക്കെ എന്നാൽ ഞാൻ ഇന്ന് മൊത്തം ആനയുടെ ഡിസൈൻ കൊണ്ടാക്കാമെന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നെ ആനയുടെ ഇങ്ങനെ ചെറുതും വലുതുമൊക്കെ ആനയൊക്കെ വരച്ചാണ് ഈ ഡിസൈൻ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ശരിക്കും മെഹന്തി ഇടുക എന്നുള്ളതൊരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. നല്ലൊരു എക്സ്പീരിയൻസ് മാത്രമല്ല, ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. മെഹന്തി എന്ന് പറയുന്ന സംഭവം ഇക്കാലത്ത് ഒരു എന്താ പറയുക, നമ്മുടെയൊക്കെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് പരിപാടി വന്നാലും, ഒരു കല്യാണം വന്നാലും, ഒരു കല്യാണം, പിന്നെ വളകാപ്പ്, പിന്നെ എന്താ പറയുക, 9 മാസം കൂട്ടിക്കൊണ്ട് പോവുക, 7 മാസം കൂട്ടിക്കൊണ്ട് പോവുക, എല്ലാത്തിനും മൈലാഞ്ചി ഇടുക എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എനിക്ക് കുഞ്ഞിലേ മുതൽ ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞിലേ മുതൽ ഇവിടെ മൈലാഞ്ചി ചെടിയൊക്കെ ഉണ്ടായിരുന്നു, അരച്ചൊക്കെ ഇടുമായിരുന്നു. പക്ഷെ അതിങ്ങനെ പൊത്തിയൊക്കെ വെക്കും. പിന്നെ ഒരു ഇടക്കാലം കൊണ്ടാണ് എല്ലാവർക്കും ഇട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ നോക്കി ഇടാനൊക്കെ, ഞാൻ അത്യാവശ്യം നോക്കിയിടാനൊക്കെ പഠിച്ചത്. അപ്പം ഞാൻ ഈ സംസാരത്തിൻ്റെ കഥ പറയണതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ടാമത്തെ 4 വര ഇട്ടിട്ടുണ്ടായിരുന്നു. ആ 4 വരയിൽ രണ്ടാമത്തെ സ്പേസ് ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സൈഡ് ഞാൻ ഈ വീഡിയോ എല്ലാം കൂടെ എനിക്ക് എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ എനിക്ക് തെറ്റിപ്പോവും. അത് എങ്ങനെ തെറ്റിപ്പോകുന്നല്ല, അല്ലാത്ത പക്ഷം എല്ലാം കറക്റ്റായിരിക്കും. എത്ര ലൈൻ ഇട്ടാലും ആ ലൈൻസ് കറക്റ്റായിരിക്കും. പിന്നെ ഇടയ്ക്ക് പിന്നെ അത് മെഹന്തിയുടെ ഇതുപോലെ ഇരിക്കും, ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പോണത്. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ലെവൽ തെറ്റിപ്പോവും. അപ്പം അതാണ് സംഭവം. അപ്പം നമ്മളെവിടെ പറഞ്ഞു വന്ന് മെഹന്തി. അപ്പോൾ എല്ലാ ഫങ്ഷൻസിനും ഇപ്പോൾ എല്ലാവരും മെഹന്തി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഒരു ക്രേസായിരുന്നു കുഞ്ഞിലേ മുതൽ. ഇലകളൊക്കെ അരച്ചിട്ട് എപ്പോഴും ഇലകൾ അരച്ച് എപ്പോഴും മൈലാഞ്ചി ഇടുമായിരുന്നു. +2 ഞാൻ മൈലാഞ്ചി ഇട്ടിട്ട് എൻ്റെ സ്കൂളിൽ പോകുമ്പോൾ ഒരു തവണ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്കെന്തോ മാർക്ക് കുറഞ്ഞെന്തോ കാര്യത്തിന്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു, മെഹന്തിയൊക്കെ ഇടാനുണ്ടല്ലോ, മെഹന്തിയൊക്കെ ഇട്ടുണ്ടല്ലോ, നാളെ വരുമ്പോൾ ഈ മെഹന്തിയുടെ കളറ് പോലും എന്ന് പറഞ്ഞിട്ട് ആട്ടി വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ അലക്കണ കല്ലിലൊക്കെ വെച്ച് ഞാൻ ഉരച്ച് ലാസ്റ്റ് കൈ ചുമന്നതിൻ്റെ വേറൊരു
ഫ്രണ്ടിനെ വിളിച്ചിട്ട് എടി ഇങ്ങനെയാണ് സംഭവം, എങ്ങനെ മൈലാഞ്ചി കളയും, ഒന്നും പറയാനില്ല, നീ ഒരു ഡിറ്റർജൻറ്റ് ഇട്ടിട്ട് കയ്യും ഇട്ടിട്ട് കഴുകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞാൻ കഴുകി പിറ്റേ ദിവസം പോയിട്ടുണ്ട്. അന്ന് പിറ്റേ ദിവസം പോയിട്ട് അന്ന് ആ മിസ് ഉണ്ടായില്ല താനും, അതും വേറെ കാര്യം. അത്യാവശ്യം അതിൻ്റെ പച്ച കളറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ സമയത്തൊക്കെ നമുക്ക് പേടിയാണല്ലോ. ഇപ്പോഴത്തെ +2-നും 10 പഠിക്കുന്ന പിള്ളേർക്കൊന്നും അവരുടെ മിസ്സന്മാരെയോ സാറുമാരെയോ ഒന്നും പേടിയില്ല. അപ്പോൾ പറഞ്ഞു ഇതിപ്പോൾ എങ്ങോട്ടാ, മൈലാഞ്ചിയുടെ കാര്യമല്ലേ പറഞ്ഞത്. ആ സമയം മുതൽ എനിക്ക് മൈലാഞ്ചി ഓരോ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ പറയുമ്പോഴൊക്കെ അവരുടെ കല്യാണങ്ങൾക്കൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ സമയത്ത് ഇട്ടിട്ടാണ് ആദ്യമായി ഞാൻ 500 രൂപയാണ് വാങ്ങിച്ചത് കേട്ടോ. അതൊരു എനിക്ക് തോന്നുന്നു ഒരു മുസ്ലിം കാസ്റ്റിൽ തന്നെയുള്ള ഒരു മണവാട്ടിക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അവർക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ പക്ഷെ എനിക്കെന്തോ അന്ന് പിന്നെ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ +2-നൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത്രയും ടച്ച് മൊബൈൽസുകളോ അല്ല ഇതേപോലെ ഇങ്ങനെ കാണാൻ പറ്റണം അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇട്ടത്. പക്ഷെ സംഭവം എല്ലാം ഓക്കെ ആയി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അന്ന് നമ്മൾ 10-ലും +2-നൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബുക്കുകൾ നോക്കിയാൽ മതി, ബുക്കിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഓരോന്ന് വെച്ച് വെക്കണം. ആനയാണത് ആനയത്. ഇത് ഞാൻ മോനോട് കാണിച്ചിട്ട് ചോദിച്ചതാണ് കേട്ടോ, ഇതെന്ത് സംഭവമാണെന്ന് ചോദിച്ചപ്പോൾ അവൻ ആനയെന്ന് പറഞ്ഞു. പക്ഷെ ആനയെന്ന് പറഞ്ഞത് മാത്രം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അവന് മനസ്സിലായി അത് ആനയാണെന്ന്. അപ്പോൾ എന്താ പറഞ്ഞു, നമ്മൾ 10-നും +2-നൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ വരയ്ക്കും. അങ്ങനെ എൻ്റെ ബുക്കിൻ്റെ +2-നൊക്കെ ബാക്ക് സൈഡിലും 10th-ൻ്റെ ബാക്ക് സൈഡിലൊക്കെ ബുക്കുകളുടെ ബാക്ക് സൈഡിൽ നോക്കിയാൽ മതി, ഇതേപോലെ മൈലാഞ്ചിയുടെ ഡിസൈൻസ് ആയിരിക്കും കൂടുതലും ഞാൻ അതിനകത്ത് വരച്ച് വയ്ക്കുക. അപ്പോൾ അത് ഞാൻ തന്നെ കണ്ടെത്തുന്ന കുറേ തരം ഇതാണ് കേട്ടോ, എന്താ പറയുക, കുറേ ഡിസൈൻസുകൾ. പക്ഷേ വരയ്ക്കുമ്പോൾ നമുക്കതൊന്നും വരില്ല, അതും വേറൊരു കാര്യം. പിന്നെ അങ്ങനെ ആദ്യമായി ഞാനൊരു മണവാട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് ആ മണവാട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ട് 500 രൂപയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. കയ്യിലും കാലിലും ഒക്കെ ഇട്ട് കൊടുത്തു. എനിക്ക് തോന്നുന്നു 14 വർഷം ആയിട്ടുണ്ട്, 15 വർഷമായിട്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ അത്യാവശ്യം മണവാട്ടികൾക്ക് ഇടാൻ തുടങ്ങി. അങ്ങനെ 500-ൽ 1000-ആയി, 1500-ആയി, ഇപ്പോൾ 2000 വരെയൊക്കെ എത്തി നിൽക്കുന്നുണ്ട് മെഹന്തി ഇടൽ. പക്ഷേ ഞാൻ അത്രയും വർക്കൊന്നും പിടിക്കാറില്ല. അവർ പറയണ പോലെ അവർക്ക് നന്നായി ഇട്ട് കൊടുക്കും. പക്ഷേ എൻ്റെ കയ്യിൽ മാത്രമേ എനിക്ക് എത്ര നന്നായി എനിക്ക് ഇടാൻ ശ്രമിക്കണമെന്ന് വിചാരിച്ചാൽ പറ്റാറില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. അവർ പറയുന്ന ഇപ്പോൾ ബ്രൈഡൽസ് പറയുന്ന ഡിസൈൻസിൽ ഞാൻ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അവർക്ക്. അതിലും നന്നായി ഇട്ട് കൊടുക്കാറുണ്ട്. പറയണതിൽ കൂടുതൽ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാറുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ മാത്രം എനിക്കും വളരെ അലമ്പായിട്ട് ഇടാൻ തോന്നുന്നു. കാരണം എനിക്കറിയില്ല, അത് അലമ്പായി പോകുന്നുണ്ട്. പിന്നെ പക്ഷേ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ ഡിസൈനാണിത്. മെഹന്തി കഴിഞ്ഞ 2-3 ബ്രൈഡൽസിന് ഞാൻ വാങ്ങിച്ച് വെച്ച് കുറേ മെഹന്തി ബാക്കി ഉണ്ടായിരുന്ന മെഹന്തിയാണ്. അപ്പോൾ ഞാനത് എന്തിനാണ് വെറുതെ ഇത് ഇങ്ങനെ വേസ്റ്റ് ചെയ്താണ്. ഒരു സിമ്പിൾ ഡിസൈൻ പോലെ ഇങ്ങനെ വീഡിയോ എടുക്കുവാണെങ്കിൽ ഒട്ടും ഇടാനറിയാൻ പാടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചില്ലിക്കൊമ്പും കാര്യങ്ങളൊക്കെ വരച്ച് വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ആനേനെ ഞാൻ വരച്ചിട്ടുണ്ട്, നോക്കിക്കോ. അത് ആനയ്ക്ക് മുകളിൽ ഒരു പർദ്ദ പോലെ അങ്ങനെ വരച്ച് കൊടുത്തിട്ട് മുകളിലത്തെ ആനയ്ക്കും വരച്ച് കൊടുത്തിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കൈയിൻ്റെ ഉള്ളിൽ വട്ടമാണ് വരയ്ക്കുന്നത്. ആ വട്ടത്തിൻ്റെ ഉള്ളിൽ താമര വരച്ച് ഫില്ല് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഷാ എന്നൊരു നമ്മുടെ മലയാള അക്ഷരം ആണ് വരയ്ക്കുന്നത്. ശരിക്കും അത് ശരിക്കും ഡിസൈനാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇത്രയും എന്താ പറയുക ഭംഗിയുണ്ടാവും. കൈൻ്റെ വിരലുകളുടെ ഡിസൈൻസ് എല്ലാവരും ഉപയോഗിക്കുന്ന ഡിസൈൻസാണ് കേട്ടോ അത്.
പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കൈ മൊത്തം ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നത്. താമര വരച്ചിട്ട് അധികം ഡോട്ടോട്ട് ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും, ഈസിയാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എൻ്റെ കയ്യിൽ മെഹന്തി ഇടുമ്പോൾ അത്ര നന്നായൊന്നും വരാറില്ല. ഇപ്പോൾ ഈ ഇതിട്ടതും എത്ര നന്നായെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷനൊന്നുമില്ല. കാരണം കല്യാണ പെൺകുട്ടികൾക്ക് ഇടുന്ന പോലത്തെ ഒരു ഇത് അത്രയും വന്നതെന്ന് വെച്ചാൽ അത്രയും വന്നിട്ടില്ല. പിന്നെ ഞാൻ എല്ലാ കല്യാണ പെൺകുട്ടികൾക്കും എല്ലാവരോടും സജസ്റ്റ് ചെയ്യണത്, എപ്പോഴും കൈയിൻ്റെ ഉള്ളിൽ അത്ര നല്ല ഡിസൈനൊന്നും വേണ്ട. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ വേണം കൈയിൻ്റെ ഉള്ളിലിടാനായിട്ട്. കാരണം കൈയിൻ്റെ പുറത്ത് വേണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. കൈയിൻ്റെ പുറത്ത് നമ്മൾ നല്ല ഡിസൈൻസ് ഇടണം. കൈയിൻ്റെ പുറത്ത് നമ്മൾക്ക് ഫോട്ടോ എടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് വീഡിയോഗ്രാഫേഴ്സ് എവിടെ പോയാലും വീഡിയോഗ്രാഫേഴ്സ് പുറകെ വരുമല്ലോ. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ പുറത്തെ വശമാണ് കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നത് വീഡിയോയിൽ. നിങ്ങൾ ഏത് ഫോട്ടോസ് എടുത്ത് നോക്കിയാലും കൈയിൻ്റെ പുറം വശമായിരിക്കും നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ കൈയിൻ്റെ പുറം വശത്ത് വേണം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. അത് ഞാൻ കല്യാണ പെണ്ണുങ്ങൾക്കും എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. മൈലാഞ്ചി ഇടാൻ വരുന്ന ആൾക്കാരോട് ഞാൻ പറയും, ഉള്ളിലുള്ള ഡിസൈൻ നിങ്ങൾ നോക്കണ്ട. അതൊരു പൊട്ട ഡിസൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാധാരണ ഡിസൈൻ ആയിക്കോട്ടെ, പക്ഷെ പുറത്തുള്ള ഡിസൈനിന് വേണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അങ്ങനെ ഇതിപ്പോൾ ഞാൻ കണ്ട ഇങ്ങനെയൊക്കെ ചെറിയ സിമ്പിൾ ഡിസൈൻസൊക്കെ മതി നമ്മൾ ഉള്ളിലിടുമ്പോൾ. പക്ഷെ പുറത്ത് നമ്മൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ കിട്ടുകഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇടുപ്പായിരിക്കും. നമ്മൾ എന്ത് വളയിട്ടാലും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് സെക്ഷൻ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു സാധാരണ മെഹന്തി ഡിസൈനാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റണ സാധാരണ ഒരു മെഹന്തി ഡിസൈനാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.